എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ ബിന്നി ഡോക്ടർ ബിന്നി എയറിലേക്ക് പോകുന്നുണ്ട്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നടി അംബിക ഉണ്ടല്ലോ, ആർക്കും അറിയായില്ല, പഴയകാല നടിയും കൂടെയാണ്. പിന്നെ പുതിയതായിട്ട് ബിന്നി അഭിനയിച്ച സീരിയല് ഗീതാഞ്ജലി എന്ന സീരിയല് നടി അംബിക, മായ വിശ്വനാഥ്, നമ്മുടെ ബിന്നി എല്ലാം അഭിനയിക്കുന്നുണ്ടായിരുന്നു. സാജൻ സൂര്യ അവരൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പം അംബികയുടെയും രാധയുടെയും, പഴയ നടി രാധ നിങ്ങൾ ഓർക്കുന്നില്ലേ, രാധയുടെയും ഇപ്പം അവരെയൊക്കെ കണ്ടാൽ നമ്മൾ തിരിച്ചറിയല്ല, രാധയൊക്കെ ഇരിക്കുന്നുണ്ട്. രാധയുടെ അമ്മ മരിച്ചു. സരസ്വതി എന്നാണോ പേര്, എന്താ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല. മരിച്ചു. ആ ചടങ്ങിൽ നമ്മുടെ ഡോക്ടർ ബിന്നി പോയിട്ട് അവിടെ നിന്ന് മോഹം പൊത്തി ചിരിച്ചുകൊണ്ട് സാജൻ സൂര്യയോട് എന്തോ തമാശ പറയുന്നു. ആ തമാശയിൽ ഔചിത്യം ഉള്ളത് കൊണ്ട്, അതായത് ഇത് മരണവീടാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആ തമാശയിൽ സാജൻ സൂര്യ പങ്കുകൊണ്ടില്ല. സാജൻ സൂര്യ ചിരിക്കുന്ന മുഖം വരുത്തിയില്ല. അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഉണ്ടായത്. ഒന്ന് കണ്ടു നോക്ക്. ഇതിപ്പോൾ യൂട്യൂബേഴ്സ് ഒന്നും ബിന്നിയെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്ത് എയറിലാക്കേണ്ട കാര്യമില്ല. കമൻറ്റോളികൾ തന്നെ ബിന്നിക്കിട്ട് നല്ലത് കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സ് വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഇവള് വ്യാജ ഡോക്ടറാണ്, ഇവർക്ക് ഒരു ഔചിത്യമില്ല, ഇവർക്ക് ചിരി പൊട്ടുന്നു, അവിടെ എന്താ ഇത്ര ചിരിക്കാനുള്ള എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻറ്റ് ബിന്നിക്ക് എതിരെ വരുന്നുണ്ട്. അതിൻ്റെ കാരണം ബിന്നിയുടെ ഭാഗത്താണ് തെറ്റ്. ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ അത് മരണവീടാണ്. അവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്കാരത്തിനോട് ചേർന്ന് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ മരിക്കുമ്പോൾ അതൊരു ദുഃഖത്തിൻ്റെ അന്തരീക്ഷം. നമ്മൾ പണ്ട് തൊട്ടേ മരണ വീട്ടിൽ കളർഫുള്ളായ ഡ്രസ്സ് പോലും ഇട്ടു പോകല, അല്ല പോയിട്ട് തിരിച്ചു വന്ന് നമ്മൾ കുളിക്കും, വീട്ടിൽ കയറുന്നതിന് മുന്നേ കുളിക്കും. അങ്ങനെ മരണത്തിനോടനുബന്ധിച്ച് ചില അലിഖിത നിയമങ്ങളുണ്ട്. അത് നമ്മൾ മരിച്ചു പോയ വ്യക്തിക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അവരുടെ ആരുടെയെങ്കിലും വേർപാടിൽ നമ്മൾ പോകുന്നു, അല്ലെ പിന്നെ നമ്മൾ എന്തിനു പോകണു? മരണ വീട്ടിൽ നമ്മളല്ലേ പിന്നെ പോകരുത്. എന്തിനു പോകുന്നു? എന്ത് കാഴ്ച കാണാൻ അവിടോട്ട് പോകുന്നേ? അപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനാ പോകുന്നത്. ഇപ്പം അംബികയുടെ അമ്മയാ മരിച്ചെങ്കിൽ എത്ര പ്രായമായെന്ന് പറഞ്ഞാലും നമ്മളെ അമ്മമാർ അച്ഛന്മാർ ജീവിച്ചിരിക്കുന്ന കാലേ ഉള്ളൂ നമ്മൾ കുട്ടികൾ എന്ന് പറയുന്നത്. അവരന്നാരോ നമുക്ക് എത്ര പ്രായമായാലും നമ്മളെ കുഞ്ഞമ്മോളെ കുട്ടി എന്നൊക്കെ അവർ വിളിക്കും. അവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടി എന്നുള്ള ഒരു ഇത് പോകുമെന്ന് പറഞ്ഞു കേട്ടില്ല. അപ്പം എത്ര പ്രായം ഇപ്പം അംബികയ്ക്കൊക്കെ ആയാലും അംബികയുടെ അമ്മയ്ക്ക് എത്ര പ്രായമായാലും മരണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കുണ്ടോ? അവരെ കാണാൻ പറ്റുമോ? ഒരു വേർപാടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേദന എന്താ? ആ ഒരു വേദനയുടെ ആഴത്ത് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പോയിട്ട് എന്തേലും കണ്ടിട്ട് തമാശ കണ്ടിട്ട് മുഖം പൊത്തി സാജൻ സൂര്യയോട് പോയിച്ചിരിക്കാൻ ഔചിത്യമില്ല. തന്നെ വിവരക്കേടാണ് ബിന്നി ചെയ്തത്. ബിന്നി ഇപ്പം ഞാൻ അധികം പറയുന്നില്ല, കാരണം കമൻറ്റ് ബോക്സിൽ അത്രയും ബിന്നിക്ക് കിട്ടുന്നുണ്ട്. ബിന്നി എവിടാണ് നിൽക്കുന്നത് എന്ന് ആലോചിക്കണം. ഏത് സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? ആരെങ്കിലും മരണ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര കളർഫുള്ളായ ഡ്രസ്സ് പോലും നമ്മൾ ഇടുകയല്ലോ, ഒന്നേ ബ്ലാക്ക് അല്ല വൈറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. വിവരം വേണമെന്ന് പറയുന്ന ഇതാണ് വിവരക്കേട്. കുത്തിത്തിരിപ്പെന്ന് പേര് അക്ബർ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ ഒത്തിരി വീഡിയോയിലോ പറഞ്ഞിട്ടുണ്ട്. ഗീതാഞ്ജലി ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബിന്നിയെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ബിന്നിയെ ഇപ്പോൾ കണ്ടത് അടുത്തറിയുമ്പോൾ ബിന്നിക്ക് എന്ത് വിവരമുള്ളത്? ചൈന കമൻറ്റ് ബോക്സിൽ പറയുന്നത് ചൈനയിൽ പോയി പഠിച്ചുകൊണ്ട് ഒരു വിവരവും ഒന്നുമില്ലാത്ത ഒരു രീതി. പിന്നെ അടുത്തത് മായ വിശ്വനാഥിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഘോരം പ്രസംഗിക്കുന്ന, വളരെ ആധികാരികമായിട്ട് ഓരോ വിഷയങ്ങളെക്കുറിച്ച് എടുത്ത് പറയുന്ന മായ വിശ്വനാഥ് മരണ വീട്ടിൽ പോയി നിന്നിട്ട് ബിന്നിയെ കെട്ടിപ്പിടിച്ച് വളരെ കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പം മായ വിശ്വനാഥിന് ബിന്നിയെക്കാട്ടും നല്ല പ്രായമുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തേക്കും ഔചിത്യം ഇല്ലെന്നുള്ളതാണ്. വെറുതെ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് ഇതല്ലാത്ത രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മായ വിശ്വനാഥിനെ പറ്റി ആലോചിച്ചപ്പോൾ എനിക്കുണ്ട്. അതായത് അനുമോള് കപ്പടിച്ചപ്പോൾ ആ പൈസ PR കൊണ്ട് ഇത്ര നേടിയിട്ട് എന്താ കാര്യം? വല്ല ക്യാൻസർ രോഗിക്കും കൊടുത്തൂടെ എന്നൊക്കെ ഘോരം മായ വിശ്വനാഥ് പ്രസംഗിച്ചായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ ആണ് അനുമോളെ കൊണ്ട് ചോദിച്ചപ്പോൾ അത് ട്രിവാൻഡ്രം ഒന്നും അല്ല, അത് കഴിഞ്ഞിട്ടോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. ട്രിവാൻഡ്രത്തൊന്നും അല്ല, ട്രിവാൻഡ്രം ജില്ലക്കകത്തുള്ളത്, ജില്ലയ്ക്ക് പുറത്താണ്. എനിക്ക് യാതൊരു അറിവും ഇല്ല. ഞാൻ അവരായിട്ട് വർക്കും ചെയ്തിട്ടില്ല. ഫേസ് ടു ഫേസ് കണ്ടാൽ പോലും അവർ മിണ്ടാറ് പോലും ഇല്ല. അതുകൊണ്ട് എനിക്ക് അവരെ അറിയില്ല.
PR കൊണ്ടുവന്നിട്ടൊരു അവാർഡ് നേടിയിട്ട് അത് വീട്ടിൽ കൊണ്ട് കാണിച്ച് ഉളുപ്പില്ലേ ഇതിങ്ങൾക്കൊന്നും? ഞാൻ അതാ ചോദിക്കണം, ഉളുപ്പില്ലേ? കാശുണ്ടെന്നുണ്ട് എന്തും കാണിക്കണം. ഈ കാശ് എത്രയോ പേര് സുഖമില്ലാതെ ക്യാൻസർ വാർഡുകളിലും മറ്റുള്ളവരും വിദ്യാഭ്യാസമായിട്ട് കിടക്കുന്ന അവർക്ക് കൊടുത്തൂടെ? ഒരു ട്രോഫിയിലാണ് എല്ലാം ഇരിക്കുന്നത് ജീവിതം. ഞാൻ പറയുന്നത്. അപ്പൊ മായ വിശ്വനാഥന് അനുമോളോട് ഇത്ര കലിപ്പ് വന്നത് എന്താണെന്നുള്ളത് ഈ ഒരു ചടങ്ങിലൂടെ മനസ്സിലായി. ബിന്നിയെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടില്ല. അപ്പൊ ബിന്നിയോടുള്ള സുഹൃത്ത് ബന്ധം കൂടിയതിന്റെ കൊണ്ടാണ് അനുമോളെ അറിയത്തുമില്ല, അനുമോളെ കണ്ടിട്ടുമില്ല, അനുമോൾ എന്ന വ്യക്തിയെ അറിയത്തില്ല, ഈ ഫീൽഡിൽ പോലും അല്ല മായ വിശ്വനാഥൻ നിൽക്കുന്നത്. അതെന്താ കാര്യം എന്നുള്ളത് മനസ്സിലായില്ലേ? ബിന്നിയായിട്ടുള്ള അടുപ്പം കൊണ്ടാണ്. അതാണ് സംഭവം. പിന്നെ PR കിട്ടിയത് അങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കുന്ന ആത്മരോഷം അറിയാതെ പുറത്തു വന്ന കാര്യമാണ്. അപ്പൊ ഇപ്പൊ എല്ലാ പിക്ചറും തെളിഞ്ഞ് എന്തുകൊണ്ട് മായ വിശ്വനാഥ് ഇതുപോലെയൊക്കെ പ്രതികരിച്ചു എന്നുള്ളത് പൊതുവായിട്ട് പ്രതികരിച്ചാണെന്നാണ് ഞാൻ ഓർത്തത്. ഈ PR പറ്റിയൊക്കെ പറഞ്ഞത് അങ്ങനെയല്ല എന്നുള്ളത് ഈ ചടങ്ങിലൂടെ മനസ്സിലായി. ഇനി എനിക്ക് ആ വിഷയങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഈ മരണ വീട്ടിലെയും ബിന്നി ഇന്നിപ്പോൾ ചിരിച്ച ഈ ഒരു സംഭവം ഇതുപോലെ പല മരണ വീട്ടിൽ അരങ്ങേറുന്നുണ്ട് കേട്ടോ. ബിന്നിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സംഭവം കഴിയട്ടെ. നമുക്ക് യഥാർത്ഥത്തിൽ ഇത് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ജീവിക്കുന്നത് എറണാകുളത്താണ്, പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയത്താണ്. അപ്പം അവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു മരണം ഉണ്ടായാലും ഒരു വിവാഹം ഉണ്ടായാലും അതിന് പോകുമ്പം വേറൊരു പ്രശ്നമുണ്ട്. നമ്മളെ ചെറുപ്പം തൊട്ട് കാണുന്നവരൊരു പക്ഷെ പല സംഭവങ്ങളൊക്കെ ആയിട്ട് കാണാതിരുന്നിട്ട് പിന്നെ ഒരു മരണ വീട്ടിൽ പോകുമ്പോഴായിരിക്കും നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതൊരു മരണവീടാണ്. അത് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് അത്രമേൽ വേണ്ടപ്പെട്ട ഒരാൾ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന് മരിച്ച്, അതായത് നമ്മൾ തന്നെ ഹൃദയം തകർന്ന് ആ യാത്രയിലുടനീളം ആ മരിച്ചുപോയ വ്യക്തി എന്തോ ഒരു ചതി ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഒരു വാക്ക് പറയാതെ അല്ലെ നമ്മളങ്ങ് പ്രതീക്ഷിക്കാതെ പടയെന്നായപ്പോൾ നമുക്കത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റിയല്ല ആ മരണം. അതങ്ങനെയാണ്. പടയെന്നൊരാൾ നമുക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു വാക്ക് പോലും അങ്ങനെ ഒരു ചിന്ത പോലും മേഴയിലൊക്കെ ഇല്ലായിരിക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ കേൾക്കുകയാണ് മരിച്ചെന്ന്. അപ്പം നമ്മളൊരു ഞെട്ടലെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്കേ അറിയാവുള്ളൂ. എന്തൊക്കെയോ ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ് നമുക്ക്. അങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നത്. ആ സമയത്ത് നമ്മളെ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതൊരു മരണവീടാണെന്നുള്ള ഒരു ബോധം മറന്ന് ചിലരൊക്കെ ഒന്ന് അയ്യോ എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചിരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഭയങ്കര അർമാദിച്ച് സംസാരിക്കും. എന്താ ഔചിത്യമില്ലായ്യ. നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഓർക്കണം. ഇനി അഥവാ അവരെ കണ്ടിട്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ട നമ്മൾ അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ലേ, ഉടനെ അവർക്ക് കംപ്ലൈൻറ്റ്, അവർക്ക് ഭയങ്കര ജാടയായിപ്പോയി. സത്യത്തിൽ ജാടയൊന്നുമല്ല, നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് മരിച്ചു കിടക്കുന്നത്. ആ ഒരു രീതിക്ക് ചെല്ലുമ്പോൾ മറ്റുള്ളവരെയൊക്കെ ചിലപ്പോൾ നമുക്ക് മൈൻഡ് ചെയ്യാനുള്ള മനസ്സുണ്ടാവില്ല. പിന്നെ ഞാൻ വേറൊരു ബന്ധുവിൻ്റെ മരണത്തിന് പോയപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ മരണവീട്ടിൽ കൂടിയവരെല്ലാവരും വട്ടത്തി മാറി നിന്ന് ചിരിക്കുവാണ്. ഈ ചിരിക്കുമ്പം എന്താ സംഭവിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ച് നോക്കി ഞാൻ വാച്ച് ചെയ്ത ഒരു കാര്യമാണ്. ഓരോറ്റ മനുഷ്യർക്കൊരു ഔചിത്യമില്ല. എല്ലാവരും പഴയ കാലങ്ങളും കാരണം എന്താ സംഭവം എന്നറിയാം, കുറേ കാലം കൂടിയാണ് ഇവരൊക്കെ ഈ ചടങ്ങി വെച്ച് കാണുക. ഇപ്പോൾ ഒരു 10 വർഷത്തിന് ശേഷമോ 15 വർഷത്തിന് ശേഷമൊക്കെയാണ് പലരും കണ്ടുമുട്ടുന്നത്. ഒന്നേ മരണ വീടല്ലേ കല്യാണ വീട്ടിലായിരിക്കും ഇങ്ങനെ കാണുന്നത്. ഈ ബന്ധുക്കാർ പരിചയക്കാരെല്ലാം അല്ലെ വീട് കയറി താമസം ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ മറ്റുള്ള എന്ത് ചടങ്ങിലും ആർത്തട്ട് ചിരിച്ചോ കുഴപ്പമില്ല. പക്ഷേങ്കിൽ മരണ വീട്ടിൽ പോയിരുന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ ഉള്ള ആൾക്കാർ പഴയ ആൾക്കാരെ പോലെയല്ല. എല്ലാം മരിച്ച അവർക്ക് അവിടെ കിടക്കുന്ന ആൾ അവർക്കും വേണ്ടപ്പെട്ടതോ അല്ലെ അവരോട് ഇന്നലെയും സംസാരിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും. ഇതെല്ലാം മറന്നിട്ട് ഇവര് വട്ടം കൂടി മാറി നിന്ന് എല്ലാവരും ചിരിച്ചട്ടഹസിച്ചു ഷെയ്ക്കാൻഡ് കൊടുത്തും കെട്ടിപ്പിടിച്ചും പഴയ വിശേഷങ്ങൾ പറഞ്ഞു, പഴയ എന്തേലും ഒരു പൊട്ടത്തരം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ചിരിച്ച് അവർ മറന്നു പോവുക മരണവീടാന്ന്. ഇതിപ്പോൾ ബിന്നിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ഇത് സ്ഥിരം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനി പോകുമ്പോൾ വാച്ച് ചെയ്താൽ, ഞാനിത് വാച്ച് ചെയ്ത് മനസ്സിലാക്കിയതാണ്. ആ മരിച്ച വ്യക്തിയുടെ ഇവരെന്തോ ഒരു ചടങ്ങ് പോലെ വരുന്നതേ ഉള്ളൂ. ആ മരിച്ച വ്യക്തിയെ പറ്റി ഇവർക്ക് ഒരു വിഷമമില്ലാതെ അങ്ങനെ അവർ ചിന്തിക്കുന്നേ ഇല്ല. എന്നാൽ ഇന്നലെ വരെ അവരോട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. എന്നിട്ട് അവർക്ക് എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ ഓർക്കാറുണ്ട്. അതേപോലെ ഒരു വിഷമവുമില്ല. പിന്നെ അങ്ങ് ചിരിയും കളി. ഇനി മറ്റൊരു കൂട്ടരാണ് കുറെ ആണുങ്ങളുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മരിച്ചു കഴിഞ്ഞ് അടക്കം കഴിഞ്ഞ് പൂജ എന്താണ് വേണ്ടത് എത്രയും വേണ്ടത്. ഹിന്ദുക്കളുടെ കാര്യം എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ, ഞാൻ അതിലേ പങ്കെടുത്തിട്ടുള്ളല്ലോ. വേറെ ഉണ്ട്, എന്നാലും ഹിന്ദുക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വേഗം പൂജയും ഇതുമെല്ലാം കഴിഞ്ഞ് ദഹിപ്പിക്കുക എല്ലാം കഴിഞ്ഞ് ഭയങ്കര സ്പീഡി ആണുങ്ങളെല്ലാം കൂടെ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് അപ്പം തന്നെ വെള്ളവടി
അതും ഒരാഘോഷം. മരണം കഴിഞ്ഞാലും പഴയ പോലൊന്നുമല്ല, വെള്ളമടിച്ച് അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. ജനങ്ങൾക്ക് വന്ന മാറ്റമാണിത്. ഇന്ന് ഈ മാറ്റമാണ് ബിന്നി ഈ ചിരിക്കാൻ കാര്യം. കാരണം അവിടെ എന്തോ കണ്ടത് രഹസ്യമായിട്ട് വാ മൂടി വന്ന് സാജൻ സൂര്യയോട് പറയുന്നതാണ്. പക്ഷെ സാജൻ സൂര്യക്ക് തലയിൽ ബോധമുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ മുഖത്ത് ചിരി വരുത്തിയില്ല. അത് തന്നെയല്ല, ക്യാമറ എല്ലാം അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നുള്ള വിവരമുണ്ട്. ബിന്നിയെ സംബന്ധിച്ച് മനസ്സിലായ യാതൊരു വിവരവും ഇല്ലെന്ന്, ഒരു വിവരവും ഇല്ലെന്നുള്ള. ഈ ഡോക്ടർ ആകാൻ പഠിച്ചിട്ട് മോഹൻലാൽ ചോദിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും മറുപടിയാണെന്ന് ബിന്നി പറഞ്ഞില്ല. അസല് ചൈന ഡോക്ടറാന്ന് കമന്റ് ബോക്സിലുണ്ട്. ഇപ്പൊ ഈ ഒരു പെരുമാറ്റം കൂടെ കണ്ടപ്പം അതുകൊണ്ട്. പിന്നെ മായാവിശ്വനാഥിന്റെ കാര്യം പറയണ്ടേ, എന്തുകൊണ്ട് PR-നെ മനുമോളെ ഇത്രയും പറഞ്ഞു എന്നുള്ളതിന്റെ ഉത്തരവും പിടികിട്ടി. ഗീതാഞ്ജലിക്കകത്ത് ഒന്നിച്ച് അഭിനയിച്ചാണ്, അതിന്റെ ഒരു സ്നേഹമാണ് ആ കാണിച്ചത്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.